മമ്മദ്ക്കാ പാലില്ല പാല കട്ടന ചായ കുടിക്കാമെന്നല്ല മമ്മദ്ക്ക ഞാൻ ഇപ്പം ഓടി വന്നത്. ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വന്നേ, വാർത്തകളുടെ സമയമായില്ലേ, നിങ്ങളാ റേഡിയോ ഒന്ന് തുറക്ക്. ഇന്നത്തെ നിലവാരം എന്താ അറിയാ? ഓ ശരിയാ, ഞാനങ്ങ് മറന്നു. നിലവാരം അറിയാനൊന്നുമില്ല. കഴിഞ്ഞ വാർത്തയിൽ 3-2 ഇപ്പം അത് 3-3 ഇതെന്താ ഫുട്ബോൾ മത്സര? അടിച്ച ഗോളിൻ്റെ എണ്ണം പറയാൻ വേണ്ടിയിട്ട് അവൻ്റെ ഒരു 3-2. നീ എന്തിനാ ബാല ഓൻ്റെ നെഞ്ചത്ത് പാഞ്ഞു കയറുന്നേ? പന്ത് പോലെ തന്നെയാ ഈടെ മനുഷ്യൻ്റെ തലയും. എപ്പോഴാ ഉരുണ്ട് വീണ് ഗോളാകുന്നതെന്ന് പറയാൻ പറ്റൂല. ആ താനൊക്കെ ഇടക്കിടക്ക് തൊട്ടു നോക്കിക്കോ, തല കഴുത്തിന് മുകളിൽ തന്നെ ഉണ്ടോന്ന്. രക്ഷപ്പെട്ട്. കണ്ണൂർ ജില്ലയിൽ വ്യാപകമായ രാഷ്ട്രീയ ആക്രമണം. ഇന്ന് 2 യുവാക്കൾ കൂടി കൊല്ലപ്പെട്ടു. 4 ദിവസങ്ങളിലായി തുടർന്നു വരുന്ന രാഷ്ട്രീയ ആക്രമണങ്ങളിൽ ആകെ 7 യുവാക്കൾ കൊല്ലപ്പെട്ടതായി കണക്കാക്കുന്നു. കണ്ണൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മുഖ്യമന്ത്രി ഉടനെ ജില്ലയിലെത്തും. കണ്ണൂരിലെ സ്ഥിതിഗതികൾ സ്ഫോടനാത്മകമാണെന്ന് ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നു. ഈ ഹിമാലയൻ നമ്മളെ നാട് കുട്ടിച്ചോറാക്കല്ല. ആവട്ടെ മമ്മദ്ക്ക, ഈ ചുടലവാസുവിന് ജീവിക്കണമെങ്കിൽ ചേതയൊരുക്കണം. അതിന് ശവങ്ങൾ തന്നെ വേണം, ശവങ്ങള്. ഇവിടെ വെച്ച് ഞാൻ വാസുവിനോട് ചെന്ന് പറഞ്ഞു തരാം. ആ പൈസ ഇങ്ങടുത്തെ, അതിൻ്റെ അകത്ത് വാസുവിന് കൊടുക്കാനും ഇങ്ങോട്ട് എടുക്ക്. ആ ഇത് സർക്കാർ വക പൊതുശ്മശാനൊന്നല്ല, പൈസ അതും കൊടുത്താലേ വാസു ചെയ്തേർക്കൂ. മരണത്തിന് മുമ്പിലും പിശുക്ക് കാട്ടിലിട്ടവും പറയാ ഇങ്ങോട്ട് എടുക്കുന്നു കൊണ്ടാന്നേ. വാസു ആ ചിത നടക്കണ്ട, അതിൻ്റെ അകത്ത് തന്നെ അടുത്തേം കൊളുത്തിക്കോ. നല്ല ഉശിരം പ്രായം, ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒന്നേ ഉള്ളൂ ശങ്കരേട്ടന്. പക്ഷെ പറഞ്ഞിട്ട് എന്തെന്നാ കാര്യം, അവർ 4-5 പേരാന്ന്. മൊത്തം 36 മുറിവുകളാ ശരീരത്തിൽ. കയ്യും കാലും ചേർത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്. പേരിനൊരു തലയുണ്ട്. ഈടെത്തിയ സ്വന്തവും പ്രതീക്ഷയൊന്നുമില്ല. എനിക്കല്ല ശവങ്ങളാ, ശവങ്ങള്. ആ നിനക്കിവിടെ ചിതിയൊരുക്കാൻ ഏതെങ്കിലും ഒരു ശവം മതി. പക്ഷേ ഞങ്ങൾക്കത് പോരാ. ഈ നാട്ടിൽ തീപ്പടത്തണമെങ്കിൽ നല്ല ഉശിരുള്ള ചെറുപ്പക്കാട് ശവങ്ങൾ തന്നെ വേണം. അതുപോലെ ഈ പ്രായത്തിൽ ഒരുത്തന ഇപ്പിടെ കത്തി തീർന്നത്. അപ്പൊ തന്നെ മറ്റൊരു ചെതിയെടുക്കേണ്ട തയ്യാറെടുപ്പില്ല ഞാൻ. എന്നാൽ ഇനിയും ഒരുക്കിക്കോ ചിതകള്. നമ്മുടെ സഹദേവന് പകരം മറ്റു 2 എണ്ണത്തിനെ കൂടി ഇങ്ങെത്തിക്കുന്നുണ്ട്. എന്താ എല്ലാരും ഒരുക്കല്ലേ? സഹദേവന്റെ ചെതിയേറി മുമ്പേ ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്തിരിക്കും. നിങ്ങളാണ് നമ്മുടെ നാടിന്റെ അഭിമാനം, നമ്മുടെ സംഘടനയുടെ കരുത്ത്. ആ ഈ ആവേശം അണയാതെ സൂക്ഷിച്ചോ.
ഒന്ന് മാറി നിൽക്ക് തന്തേ. മനുഷ്യന്റെ പണി മെനക്കെടുത്താതെ ചത്ത കുട്ടിന്റെ ജാതകം നോക്കാതെ പകരം രണ്ടെണ്ണത്തിനെ കൊന്നിച്ചു വാ. വേണ്ട, കുടുംബങ്ങൾ ഇനി അനാഥമാവണ്ട. ആ ശാപം കൂടി എനിക്കിനി താങ്ങാനാവൂല. അതിനു പകരം എന്നെ കൊന്നോളൂ. വേണ്ട, കുടുംബങ്ങൾ ഇനി അനാഥമാവണ്ട. ആ ശാപം കൂടി എനിക്കിനി താങ്ങാനാവൂല. അതിനു പകരം എന്നെ കൊന്നോളൂ. വാ, എണീക്ക്. ശവങ്ങൾക്കിടയിൽ ജീവിച്ച് മരവിച്ച മനസ്സാ എൻ്റെത്. മാപ്പാക്കണം. വാ, എണീക്ക്. എന്റെ മോനെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ടുമില്ല. നിങ്ങളങ്ങനെ പറയരുത്. നിങ്ങൾ വാ, എണീക്ക്. ശാരദാമേ, ശാരദാമേ, ശാരദാമേ. എന്താടാ? ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. പാത്രമൊക്കെ പിന്നെ കഴുക. ഇങ്ങ് വാ. എവിടെ അമ്മയുടെ ശങ്കരേട്ടൻ? ഈ ചെക്കനെ കൊണ്ട് എന്ത് നാടാ സഹദേവ, നീ വെറുതെ കളിയാക്കണ്ട കേട്ടുവാ. ഇനി എന്നെ പഴയതുപോലെ എടാ പോടാന്നൊക്കെ വിളിച്ചാൽ അമ്മൂപ്പ ഇവരെന്നാ പറ്റിയേ? ശാരദേ, നിന്റെ മോന് അതൊന്നുമല്ല, വരുന്ന വൈകാ തയ്യൽക്കാരി പെണ്ണിനെ കണ്ടിട്ടുണ്ടാവും. അല്ല അമ്മേ, അതൊന്നും അല്ല കാര്യം. ഇന്നു മുതൽ വടക്കേടത്തെ ശങ്കരേട്ടന്റെയും ശാരദാമ്മയുടെയും മകൻ വെറും സഹദേവനല്ല, ഒരു ഹൈസ്കൂൾ അധ്യാപകനാ. എന്റെ ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. സ്കൂൾ ഇത്ര ദൂരെ ആയതുകൊണ്ട് എനക്ക് വിഷമം. നീ അതും ഇതും പറഞ്ഞു ഓനെ വിഷമിപ്പിക്കണ്ട. ഓൻ കഞ്ഞി കുടിക്കട്ടെ. അത് സാരമില്ലമ്മേ, എല്ലാ ശനിയാഴ്ച ഞാൻ ഇങ്ങ് വരാം. എന്നാലും എങ്ങനെ ശനിയാഴ്ച വരെ? ആര് വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ പോയി നോക്കാം. ആരാ? എന്താ എന്നാ എന്നാ? അയ്യോ അയ്യോ, ഇതൊക്കെ എന്താ വേണ്ട? അയ്യോ, എന്റെ മോനൊന്നും ചെയ്യല്ലേ മോനെ. എന്താ? അയ്യോ, വാതിൽ തുറക്കല്ലേ, മോനൊന്നും ചെയ്യല്ലേ. വാതിൽ തുറക്ക മോനെ, മോനെ, വാതിൽ തുറക്കണ്ട മോനെ, ചെയ്യല്ലേ. ശാരദേ, ഞാൻ എന്ത് പറഞ്ഞാ സമാധാനിപ്പിക്കുക? എവിടെ പോയി വിളിച്ച? ഞങ്ങളൊക്കെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ശാരദേ മോനെ, എടാ സഹദേവാ, എവിടെ പോയി ഇവൻ? സഹദേവാ, ദേ നിങ്ങൾ കണ്ടോ സഹദേവനെ? ഇപ്പൊ വന്നിനേനു. ഞാനപ്പം നല്ല ഓർമ്മ. അവൻ എന്നെ അമ്മേന്ന് വിളിച്ച്. ഞാൻ കണ്ണ് തുറന്നപ്പോഴത്തേക്കും ഓൻ എവിടെയോ പോയി ഒളിച്ച്. നിങ്ങൾ വാ, നമുക്ക് ഓനെ നോക്കാം. വാ, നിങ്ങൾ വാ, നമുക്ക് നോക്കാം. ദേ ഇയാളെന്റെ മോനെ കൊണ്ടുപോകാൻ വന്നതാ. ഇല്ല, എന്റെ മോനെങ്ങനെ ആർക്കും തരൂല. പോയിക്കോ, പോവാൻ പറ ഇയാളോട്. സഹദേവനെ ഇയാൾ കാണണ്ട, പോയിക്കോ. സഹദേവ, ഇങ്ങോട്ട് വരണ്ട, പോയി ഒളിച്ചോ, പോ.
ഇല്ല, ഇനി വാസു ചിതിയൊരുക്കൂല. പാവം യുവാക്കളെ കുരുതി കൊടുക്കുന്ന നേതാക്കന്മാർ തന്നെ വെട്ടിവിഴുങ്ങട്ടെ. ഇല്ല, വാസു ഇനി ചിതിയൊരുക്കൂല. കൊന്നാ പാവം തിന്നാ തീരുമല്ലോ. ഇല്ല, ആകൂല, ഇനി വാസു ചിതിയൊരുക്കൂല.